അഞ്ജു, ഗുഡ് മോർണിംഗ്. അഞ്ജു എവിടെയാണ് നിൽക്കുന്നത്? പറയാം, ഈ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് തലസ്ഥാന നഗരം. സേതു, ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ട ഭാഗത്തേക്കാണ്. ഇവിടെ കാണാൻ സാധിക്കും നഗരപ്പൊങ്കാലയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണെത്താ ദൂരത്തോളം നിരന്ന് കിടക്കുന്ന ഈ മൺകലങ്ങളും അത്തരത്തിലുള്ള പാത്രങ്ങളും ഒക്കെ കാണാനും സാധിക്കും. ഒപ്പം തന്നെ ഭക്തിയോടെ കൂടി കാത്തു നിൽക്കുന്ന ഒരുപാട് സ്ത്രീജനങ്ങളെയും നമുക്ക് ഈ നഗരവീഥികളിലൊക്കെ കാണാം. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൊങ്കാല ദിവസം എവിടെ നിന്ന് വന്നാലും, അത് കേരളത്തിന് പുറത്ത് നിന്ന് വന്നാലും അവരവരുടെ സ്വന്തം ഉത്സവത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തുമെന്നത് തന്നെയാണ്. അത് സ്നേഹത്തിൻ്റെതായാലും ഭക്തിയുടേതായാലും. ഇപ്പോൾ ഒരു ചേച്ചിയുണ്ട് ഇവിടെ. ഇപ്പോൾ എന്താ ഇത്തവണ അമ്മയ്ക്ക് നേദിക്കുന്നത്? അമ്മയ്ക്ക് പായസമാണ്, തെരളിയപ്പായ അവിക്കുന്നത്. എല്ലാ വർഷവും അവിക്കും. എല്ലാ വർഷവും ചെയ്യും. എവിടുന്ന വരുന്നത്? അരുവിക്കര. അമ്മ എവിടെ? അരുവിക്കര. ബന്ധുക്കളാണ്? നാത്തൂന് മദിനി. കഴിഞ്ഞ ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ പോയിരുന്നു. ഇവിടെ വന്നിരുന്ന് ഗണപതി കോവിലിൽ പോയി എല്ലായിടും പോയി. ക്ഷേത്രത്തിൽ ഇടാൻ പറ്റാത്തതിന് സങ്കടം ഉണ്ടോ? അത്ര അങ്ങൊന്നും പോവല്ലോ, ഭയങ്കര തിരക്കല്ലേ. നമുക്ക് ഇവിടെ കിട്ടണ തന്നെ മഹാഭാഗ്യമല്ലേ. എല്ലാ തവണ ഇവിടെ തന്നെ? 3 വർഷം കൊണ്ട് ഇപ്പൊ ഇവിടെ, അല്ലാതെ നമ്മൾ അപ്പുറത്തൊക്കെ ഇടുമായിരുന്നു. ഇത്തരത്തിലാണ് സേതു. അതായത് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയില്ലെങ്കിലും ഈ നഗരങ്ങളൊക്കെ ക്ഷേത്രത്തിന്റെ അങ്കണങ്ങളായി കരുതിക്കൊണ്ടാണ് ഇവിടുത്തെ ലക്ഷോപലക്ഷം വരുന്ന സ്ത്രീജനങ്ങളെ ഇത്തരത്തിൽ പൊങ്കാല ഇടാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. നമുക്ക് മറ്റു ചേച്ചിമാരോട് കൂടി ചോദിക്കാം. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ നെടുമങ്ങാട്. എല്ലാ വർഷവും വരാറുണ്ട്? ഇത്തവണ എന്തൊക്കെയാ ദേവിക്ക് നേദിക്കുന്നത്? മണ്ടപ്പുറ്റ്, തെരളിയപ്പം, വെള്ളപ്പൊങ്കാല, പാൽപ്പായസം. ഓക്കെ, എല്ലാം തയ്യാറാക്കി. ഓക്കെ, ആരൊക്കെയുണ്ട് കൂടെ? ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനാണോ? ആഗ്രഹം സാധിക്കാൻ ഞങ്ങൾ നേരത്തെ ഒന്ന് സാധിച്ചിട്ട് പോയി. ഇത്തവണ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ നടന്ന് നെടുമങ്ങാട് നടന്ന് ആറ്റോക്കോവിലൂർ നടന്നു പോയി തൊഴുത് ദേവിയെ കണ്ടുവന്നു. ഓക്കെ, ക്ഷേത്രത്തിൽ ഇടാൻ പറ്റാത്തതിന്റെ സങ്കടം ഉണ്ടോ? ഇല്ല, നമ്മൾ തൊഴുത് പോയി, ദേവിയെ തൊഴുതന്നെ. അങ്ങനെ അത്തരത്തിലാണ് സേതു ഇവിടെയുള്ള ആളുകളുടെ ഒക്കെ. അമ്മ എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷം 3-4 വർഷം കൊണ്ട് വരണില്ല. ഇപ്പൊ ഈ പ്രാവശ്യം വന്നതാണ്. എന്താ ഇത്തവണ എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? പൊങ്കാല മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെയാണോ ഇടാറല്ലേ ക്ഷേത്ര? പല സ്ഥലത്താണെന്നും ഇപ്പൊ ഇവിടെയാണ് കിട്ടിയത്. സന്തോഷാണോ? സന്തോഷം തന്നെ. എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇനി തുടങ്ങിയാൽ മതി അല്ലേ? അതാണ് സേതു. അതായത് എല്ലാം ഒരുക്കങ്ങളും തകൃതിയായിട്ട് നടന്നു കഴിഞ്ഞു. എവിടുന്ന് ചേട്ടാ? ആലപ്പുഴ. ഇവിടെ ആരൊക്കെ ഉള്ളത്? ഭാര്യയുണ്ട്, നാത്തൂരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ തവണയും വരാറുണ്ട്. അവർക്ക് ഇങ്ങനെ സപ്പോർട്ടായിട്ട് ആലപ്പുഴയിൽ നടക്കം വന്നിട്ടുള്ള ആളുകളാണ് സേതു ഇവിടെ ഉള്ളത്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒപ്പം കേരളത്തിനപ്പുറം കന്യാകുമാരി, തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഇടങ്ങളൊക്കെ നിറഞ്ഞ് തുളുമ്പ് നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ചേച്ചി എവിടുന്നാ വരുന്നത്? നമ്മൾ പള്ളിപ്പുറത്ത്. എല്ലാ തവണയും വരാറുണ്ടോ? എല്ലാ തവണയും വരും. ഇത്തവണ എവിടെയാ പൊങ്കാല ഇടുന്നത്? ഈ പരിസരത്ത് തന്നെയാണോ? ശാലയിലാണ്. ഓക്കെ, ഇത്തവണ എന്തൊക്കെ ഉണ്ടാക്കുന്നത്? നമുക്ക് മണ്ടപ്പുറ്റും പൊങ്കാല. എന്തെങ്കിലും ആഗ്രഹം സഫലീകരിക്കാൻ അങ്ങനത്തിനാണോ? അല്ല, ഇഷ്ടത്തോടു കൂടി ഇരുന്നാണ്. ഓക്കെ, അത്തരത്തിലാണ് സേതു. ഇങ്ങനെ ആളുകളൊക്കെ എത്തി അവരുടേതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ആഴ്ചകളായിട്ട് ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതും സ്ഥലം കണ്ടെത്തുന്നതും ഒക്കെ ആയിട്ട് ആളുകൾ ഈ തലസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ നഗരവീഥികളിലെ എല്ലാ കോണുകളിലും ഇങ്ങനെ ഈ ഉത്സവമായിട്ട് ഈ പൊങ്കാല ഇങ്ങനെ ആഘോഷിക്കാനായിട്ട് ആളുകളുമുണ്ട്. അവർക്ക് സഹായത്തിനായിട്ട് പുരുഷന്മാർ തൊട്ടടുത്ത് ഭക്ഷണം ഉൾപ്പെടെ പാചകം ചെയ്യുന്നത് ഈസ്റ്റ് ഫോർട്ടിന്റെ ഒരു വശത്ത് അതും കാണാം. പാചകം ഒക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഭക്ഷണമായിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, ഒന്നിനും ഒരു തടസ്സമില്ലാതെ തന്നെ എല്ലാം ലഭ്യമാക്കാനായിട്ട് സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അണിനിരന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കും. ഇത് നമുക്ക് ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണാൻ പറ്റുന്ന പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അതിൻ്റെ ആ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ആളുകൾ ഈ നഗരവീഥികൾ മൊത്തം വാഹനങ്ങളോ ഒന്നും തന്നെ കടക്കാൻ 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല. അത്രയ്ക്ക് ആളുകളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അവരുടെ കുടുംബാംഗങ്ങൾ, കുട്ടികൾ, അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടിയും ഭക്തിയോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും അങ്ങനെ ചേർത്ത് നിൽക്കുന്ന ഒരു മഹാ ഉത്സവം, അങ്ങനെ ഒരു ഉത്സവ പൊങ്കാലയിലൂടെയാണ് കടന്നു പോകുന്നത്. ചേച്ചി
എല്ലാ തവണയും പൊങ്കാല ഇടാൻ വരാറുണ്ടോ? വരാറുണ്ട് എവിടെയാ വീട്? വെഞ്ഞാറമൂട്. വെഞ്ഞാറമൂട്. എന്തൊക്കെയാ ഇത്തവണ ഉണ്ടാക്കുന്നത്? അമ്മയ്ക്ക് എന്താ നേദിക്കുന്നത്? മണ്ടപ്പൊറ്റ്, തിരളി, പായസം. ഈ പരിസരത്ത് തന്നെയാണ് എല്ലാ തവണ ഇടാറ്? ഓ അതെ. ഓക്കെ. ഇത്തരത്തിലാണ് ആളുകളൊക്കെ അവരവരുടേതായിട്ടുള്ള തിരക്കുകൾ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഒക്കെ തയ്യാറാക്കി വെച്ച് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, എവിടെയാ എല്ലാ തവണയും ഇടാറുണ്ടോ പൊങ്കാല? ഇടാറുണ്ട് ചേച്ചി. ആരൊക്കെയുണ്ട്? എത്ര പേരുണ്ട്? ഞങ്ങൾ കുറെ പേരുണ്ട്. കുറച്ച് പേരുണ്ട് അല്ലേ? ഓക്കെ. എന്താ പേര് നമ്മുടെ? എൻ്റെ പേര് ശ്യാമള. ഓക്കെ. ഇത്തവണ എന്തൊക്കെയാ ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിട്ട്? ഞങ്ങൾ പൊങ്കാല അർപ്പിക്കാൻ. എത്ര പേരുണ്ട് നിങ്ങൾ? 15 പേരോളം ഉണ്ട്. 15 പേര്. ഞങ്ങൾ തൃശ്ശൂരിന്നാ വരുന്നേ. തൃശ്ശൂരിനാണ്? 3 പേര് തൃശ്ശൂരിന്ന്, പിന്നെ ആലപ്പുഴയിൽ നിന്നാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ ചേച്ചിമാരൊക്കെയാണ് അവരെല്ലാം. കൂട്ടുകാരും കുടുംബാംഗങ്ങൾ എല്ലാരും എപ്പോ എത്തി നിങ്ങൾ ഇവിടെ? ഞങ്ങൾ മിന്നാവുന്ന വൈകിട്ട് ഇന്നലെ വെളുപ്പിനെത്തി. 4 മണിക്ക് ട്രെയിനാ ഇവിടെ എത്തി. എന്നിട്ട് എവിടെയാ താമസമൊക്കെ? ഇവിടെ പഴവങ്ങാടി അമ്പലത്തിന്റെ അപ്പുറത്തൊരു ലോഡ്ജില് മുറിയെടുത്തു. ഓക്കെ. അങ്ങനെ നേരത്തെ വന്നെത്തി സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് എല്ലാ തവണ ഇവിടെ തന്നെ ഒക്കെ ആണോ? ഞങ്ങള് പൊങ്കാലിടാൻ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ട് വരണേ. ഇവിടെ വന്ന് തൊഴാറുണ്ട്. ഞങ്ങളിങ്ങനെ ബസ്സിനൊക്കെ വന്ന് എല്ലാവരും കൂടെ വരുന്ന തൊഴാറുണ്ട്. ആറ്റുകാല് പോയായിരുന്നു? പോയി ഇന്നലെ അവിടെയായിരുന്നു. ഇന്നലെ അവിടെയായിരുന്നു. അങ്ങനെ ദൂരെ നിന്ന് കുടുംബാംഗങ്ങളും ഒപ്പം ബന്ധുക്കളും എല്ലാവരുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ നഗരവീതിയിലേക്ക് എത്തിയത്. എന്തായാലും വളരെയധികം സന്തോഷം അല്ലേ? അപ്പോ വളരെ സന്തോഷത്തോട് കൂടിയാണ്. പേരെന്താ? എന്താ പേര്? അഞ്ജു. ഓക്കെ. അങ്ങനെ അത്തരത്തിൽ വലിയ തരത്തിൽ സന്തോഷത്തോടു കൂടി അവര് ഇവിടെ എത്തി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആളുകളൊക്കെ. ചേച്ചി, പൊങ്കാല എവിടെയായിരുന്നത്? പാളയത്താണ്. എത്ര പേരുണ്ട് നിങ്ങള്? നമ്മള് 8 പേരുണ്ട്. 8 പേരുണ്ട്. എവിടെ നിന്നാ വരുന്നത്? എവിടെ നിന്നാ വരുന്നത്? നമ്മള് കടയ്ക്കുന്നു. പിന്നെ എന്തൊക്കെയാ ഇന്ന് അമ്മയ്ക്ക് നേദിക്കുന്നേ? ഇന്ന് തെരളി വയ്ക്കും, പൊങ്കാല ഇടും. ചേച്ചിയോ? പൊങ്കാല. ഓക്കെ. ചേച്ചി എന്താ ചെയ്യുന്നേ? പൊങ്കാല ഇടുന്നു. വെള്ള പായസവും ശർക്കര പായസവും ഇടുന്നു. എല്ലാ തവണ ഇത് തന്നെയാണോ? അല്ലല്ല, പുറ്റ് പിന്നെ തിരളി എല്ലാം ഇടും. ഇത് എത്രാമത്തെ പൊങ്കാലയാ? ഒരു 10-15 വർഷം കൊണ്ട് ഇടുന്നു. അങ്ങനെയാണ് സേതു. ഈ നഗരവീഥികളിലെ പൊങ്കാല കാഴ്ചകൾ ഇതൊക്കെയാണ്. വർഷങ്ങളായിട്ട് ഇടുന്നവർ, ആദ്യമായിട്ട് എത്തുന്നവർ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും പുഞ്ചിരികളാണ്. അവർ ഈ ഉത്സവത്തെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആഘോഷിക്കാനുള്ള ആരവങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അവരുടെ ആഘോഷങ്ങൾക്കൊപ്പം നമുക്കും സഞ്ചരിക്കാം എന്ന് പറയാനുള്ളൂ. ശരി അഞ്ജു.